നമസ്കാരം, എല്ലാവർക്കും ജിൽസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ പത്ര ന്യൂസുകളിലും റേഡിയോ ന്യൂസുകളിലും അതല്ലെങ്കിൽ നമ്മുടെ സൗഹൃദ വലയങ്ങളിൽ നമ്മൾ ഒരുപാട് പറഞ്ഞു കേൾക്കാറുണ്ട് ഫാമിലി വയലൻസ്. അത് പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കുടുംബങ്ങളിലുള്ള എല്ലായിടങ്ങളിലും ഒരു 99% വീടുകളിലും പല പല പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ, മക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, മക്കളും പേരൻസും തമ്മിൽ, അല്ലെങ്കിൽ പേരൻസും മക്കളും തമ്മിൽ, അമ്മായും അമ്മയും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിൽ നടക്കാറുണ്ട്. അത് പലപ്പോഴും വയലൻസായിട്ട് മാറിയിട്ട് പലപ്പോഴും അത് മറ്റുള്ളവരെ ഉപദ്രവിക്കുക, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിക്കുക, അതല്ലെങ്കിൽ അവർ സെപ്പറേറ്റ് ആവുക, അങ്ങനെ പല കാര്യങ്ങൾ പലപ്പോഴും കൊലയിലേക്ക് വരെ പോകാറുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു, അത് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും, എങ്ങനെ നല്ലൊരു ജീവിതം നമുക്ക് ഉണ്ടാകാനായിട്ട് സാധിക്കും, നല്ലൊരു ഫാമിലി ലൈഫ്, അതിനെക്കുറിച്ചൊരു വീഡിയോ ആണിത്. നമ്മുടെ കൂടെയുള്ള അജയ് ഈ ഫീൽഡ് കുറേ നാളായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ഇതിൻ്റെ കാരണങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു ഫാമിലി വയലൻസ്, അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാമെന്നതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നതാണ്. അജയ് നമസ്കാരം. നമസ്കാരം. എന്നാണ് വിശേഷം? അജയ് നാട്ടിൽ? ഞാൻ തൊടുപുഴയാണല്ലേ? ഓക്കെ. ഇവിടെ ഓസ്ട്രേലിയ ഇവിടെ മെൽബണിൽ ഞാൻ മോണിറ്റൺ പെൻസിലാണ്. ഫാമിലി ആയിട്ട് വലിയ വയലൻസ് ഒന്നും ഇല്ലാതെ പോവാ അല്ലേ? ഡീപ്പായിട്ടുള്ള വയലൻസിലേക്ക് എത്തിയിട്ടില്ല. ഓക്കെ. എന്താണ് നമ്മൾ ന്യൂസുകളിലും മറ്റും ഒരുപാട് കാണാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം എന്താ പറയുക, നമ്മൾ ഇന്ത്യൻ മൈഗ്രൻസ് മലയാളികളെ പ്രത്യേകിച്ച് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഇപ്പോൾ അതിന് വലിയൊരു വയലൻസിലേക്ക്, ഫാമിലി സ്പ്ലിറ്റിലേക്കൊക്കെ പോകാറുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? ഭർത്താവ് ഭാര്യയെ തല്ലുന്നു, ഭാര്യയെ ഭർത്താവിനെ തല്ലുന്നു. എന്താണ് ഇങ്ങനെ വരാനുള്ള കാരണങ്ങൾ? ഇന്നാളൊരു വാർത്ത കണ്ടു, എന്താണ്, കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ സെപ്പറേറ്റഡ് ആയെന്ന്. എനിക്ക് ഈ വ്യക്തിയോട് പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ ഇട്ടിട്ട് പോവുക. നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് കൂടെ ഉള്ളവരോട് നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്കിതൊരു റിഫ്ലക്ഷനാണ്. നമ്മളെ റെസ്പെക്ട് ചെയ്തില്ലെങ്കിൽ, നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ അനുഭവിക്കാതെ നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. അതാണ് എൻ്റെ ഒരു തിയറി. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ നല്ലതാണോ, അല്ലെങ്കിൽ മീൻസ് എനിക്കെന്തെങ്കിലും മീൻസ് ഞാൻ പൂർണ്ണമായിട്ടുള്ള മീൻസ് ലൈക്ക് ഞാൻ വാല്യൂ ചെയ്യുന്നുണ്ടോ? അപ്പം എല്ലാവർക്കും ആ ഒരു അപ്രിസിയേഷൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ സെൽഫായിട്ട് നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ആ സെൽഫായിട്ട് നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മറ്റുള്ളവരിൽ നിന്നുള്ള അപ്രിസിയേഷൻ നമുക്ക് ഒത്തിരി വേണ്ട. അപ്പം നമ്മൾ ആദ്യം ഒരു സെൽഫായിട്ടുള്ള ഇൻഡിവിജ്വലായിട്ടുള്ള നമ്മൾ ആ ഒരു സെൽഫ് ലവും പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്കും, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ തന്നെ വാല്യൂവിൽ നമ്മളെ തന്നെ നമുക്ക് മതിപ്പുണ്ടാകുമ്പം നമുക്ക് ഈ ജനറലായിട്ടുള്ള മറ്റ് കൺഫ്യൂഷൻസ് ഒഴിവാകും. അതായത് ഇപ്പോൾ നമുക്ക് നമ്മളെ തന്നെ മതിപ്പുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരാളുടെ അപ്രിസിയേഷൻ ആവശ്യമില്ല. അതൊരു വലിയൊരു ഘടകം തന്നെയാണ്. അതെ അല്ലേ? അപ്പോൾ നമ്മൾ മറ്റാളെ എപ്പോഴും ഒരു ഭാര്യ അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഭർത്താവ് ഇങ്ങനെ ചെയ്യണം എന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പെക്റ്റ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. അതൊരു കാരണം. പല കാരണങ്ങളുണ്ട്. അപ്പം എല്ലാവരും ഒരു ഇൻഡിവിജ്വലാണ്. അപ്പോൾ ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ ആദ്യം പറഞ്ഞ പോലെ നമ്മളിൽ നിന്നാണ് നമ്മൾ അടുത്ത റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത്. അപ്പം എന്നോടുള്ള റിലേഷൻഷിപ്പ് ബെറ്റർ അല്ലെങ്കിൽ നമുക്ക് അടുത്ത ആളോടുള്ള റിലേഷൻഷിപ്പും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതാണ് പിന്നെ അതിലാണ് നമ്മൾ സൊസൈറ്റിയിലും നമുക്ക് ആ റിലേഷൻഷിപ്പിലും ബുദ്ധിമുട്ടുണ്ടാകും. അത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് ഇല്ലെങ്കിൽ നമുക്കൊരു ഫീലിംഗ് ഉണ്ട്, മറ്റേയാൾ നമ്മളെ കളിയാക്കുവാണ് അല്ലേ? ശരിക്കും മറ്റൊരാൾ നമ്മളെ കളിയാക്കുന്ന കാണില്ല, പക്ഷെ നമ്മുടെ ഫീലിംഗ് മറ്റൊരാൾ നമ്മളെ കളിയാക്കുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡ് നമ്മളെ പരിഗണിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം ഒരുപക്ഷെ നമ്മളെ പരിഗണിക്കാത്തത് കൊണ്ടായിരിക്കും അല്ലേ? അല്ലേ? അപ്പം നമുക്ക് നമ്മളെ തന്നെ മതിപ്പുണ്ട്. ഞാൻ എന്താണ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിലെ പ്രയോറിറ്റീസ് ഇന്നൊക്കെയാണ് എന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളാണ് ഇപ്പോഴത്തെ കാര്യങ്ങളിൽ ആവശ്യം. അപ്പോൾ ആ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ നിൽക്കുന്നു, അല്ലെങ്കിൽ അതിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു. അപ്പോൾ പിന്നെ ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ഗോൾ, അല്ലെങ്കിൽ നമ്മളൊരു പാത്ത് വേയിൽ സഞ്ചരിക്കാൻ പറ്റിയാൽ ഈ ഒരു ഒത്തിരിയുള്ള ഈ ഒരു കൺഫ്ലിക്റ്റുകൾ നമുക്ക് മാറ്റാൻ പറ്റും. മാർക്കറ്റ് ഹസ്ബൻഡ് ആയാലും വൈഫായാലും രണ്ടുപേർക്കും കൂടെ ജോലി ചെയ്യണം. ഈ രണ്ടുപേരും കൂടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഫ്രീ ടൈം വളരെ കുറവാണ് അല്ലേ? അപ്പോൾ ഈ സ്ട്രെസ് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? അപ്പം ജോലി ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. ജോലി ചെയ്യാതിരുന്ന സ്ട്രെസ് ഒഴിവാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണ്ട.
അപ്പം നമ്മൾ ഇതാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത് ആ ഒരു എക്സ്ട്രാ ഡിമാൻഡ് നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ല അതിന് എന്ത് ജനറൽ നമുക്ക് ഒരു സ്ട്രെസ് ഇല്ലാതെ ജീവിക്കാനും പറ്റത്തില്ല. വി നീഡ് ടു ഹാവ് എ സ്ട്രെസ്. അപ്പോൾ അതിന് സ്ട്രെസ് നല്ല സ്ട്രെസ്സാണ്. നമ്മൾ നല്ല ആ ഒരു നല്ല കാര്യങ്ങളിൽ നമ്മൾ ചെയ്യുമ്പം നമ്മൾ അതിന് നമുക്ക് സ്ട്രെസ് ഇല്ല. പക്ഷേ അതിന് ഒരു ജനറൽ സ്ട്രെസ് ടോളറൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടോളറൻസും കഴിഞ്ഞ് അതിനുള്ള ആ പീക്ക് സ്ട്രെസ്സിലേക്ക് നമ്മൾ പോയി ആ പീക്ക് സ്ട്രെസ്സിൽ നമ്മൾ ലോങ് ടൈം ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നത്. പിന്നെ അതിന് കുറച്ചും കൂടെ ഡീപ്പായിട്ട് പോയാൽ നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ പലതരത്തിലുള്ള നമ്മൾ ഒരു ബേർഡനുണ്ട്. നമ്മുടെ ലൈഫിൽ ചിലപ്പം ചില ലിമിറ്റേഷൻസ് ആയിരിക്കും നമ്മൾ ജീവിക്കുന്നത്. പിന്നെ നമ്മളത് ഒരു 3 കാര്യങ്ങൾ പറഞ്ഞാൽ, ഒന്ന് നമുക്ക് നമ്മളൊരു ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ബൗണ്ടറി അല്ലെങ്കിൽ ആ ബൗണ്ടറി എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പം ഒരു ലിമിറ്റേഷൻ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലിമിറ്റേഷൻ നമ്മൾ എന്താണ് എന്നുള്ളത് അറിയുക എന്നുള്ളതാണ്. അപ്പം നമ്മളൊരു കാര്യം ഇത് ചെയ്യുവാണ്. അപ്പോൾ ആ ലിമിറ്റേഷനിൽ എനിക്കിത് മതി. ചിലപ്പം ഹസ്ബൻഡ് പറയും എനിക്കിത് മതി. പക്ഷേ വൈഫ് പറയും എനിക്കിത് പോരാ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ലിമിറ്റേഷൻ ഉള്ള നിൽക്കുന്ന സമയത്ത് അപ്പം ആ ലിമിറ്റേഷനിലുള്ള കോൺഫ്ലിക്റ്റ്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ലിമിറ്റേഷൻ, നമ്മൾ തന്നെ ഇത് പറയും എനിക്കിത് പോരാ, എനിക്കിത് പോരാ, എനിക്ക് ഉള്ളതിൽ തൃപ്തിയില്ല. അല്ലെങ്കിൽ പിന്നെയാണ് അടുത്ത സംഭവം നമ്മൾ മറ്റുള്ളവരായിട്ടുള്ള കമ്പാരിസൺ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരായിട്ട് കോമ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നമ്മൾ അലൈൻഡാ നിൽക്കുക. അപ്പോൾ ആ ഗ്രൂപ്പിലെ എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ച് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ഫീൽ ചെയ്യും ഓക്കെ ഞാൻ പോരാ, എനിക്കിത് കുറവാണ്, എനിക്ക് പോരായ്മയാണ്. അപ്പം ആ ഒരു ഡെയിലി സ്ട്രെസ്സിൽ നമ്മൾ പോകുമ്പം നമുക്ക് എല്ലാ ദിവസവും എഴുന്നേറ്റ് എല്ലാ ദിവസവും ചെയ്യുമ്പം ഞാനില്ല. പക്ഷേ ഞാൻ ഇതുപോലെ മറ്റുള്ളവരെ നോക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയെ കാണുമ്പോഴും ഇതെല്ലാം നമ്മളെ ഓൾറെഡി ഇത് ഡെയിലി ട്രിഗറാണ്. അപ്പം നമ്മൾ ഈ ഒരു സ്ട്രെസ്സിന് അല്ലെങ്കിൽ അപ്പം നമ്മൾ അതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ കൂടുതലായിട്ട് സ്ട്രെസ് ആകുന്നു, അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ബേർഡൻ നമ്മൾ എടുക്കുന്നു. അപ്പോൾ അതാണ് നമ്മൾ ആ ഒരു ബൗണ്ടറി കൊണ്ട് നമ്മളൊരു ലിമിറ്റേഷൻ നമ്മൾ വെക്കുന്നു. പക്ഷേ പ്ലസ് നമ്മൾ ആയിട്ടുള്ള കമ്പാരിസൺ, കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ ഒരു കമ്പാർട്ട്മെൻറ്റൈസേഷൻ, അല്ലെങ്കിൽ ഞാൻ ഇന്ന ഗ്രൂപ്പിൽ പെടണം അല്ലെങ്കിൽ ഇന്ന പോലെ ആകണം എന്നുള്ള ആ ഒരു ചിന്ത. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കിത് മീൻസ് നമ്മുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രയോറിറ്റീസിൽ ചിലപ്പോൾ അതല്ലായിരിക്കാം ആവശ്യം. അപ്പം ആ ആവശ്യം അല്ലാതെ പക്ഷേ ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോകുന്നു, നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്യുന്നു, നമുക്കത് എക്സസീവ് സ്ട്രെസ് ഉണ്ടാകും. പിന്നെ അടുത്താണ് അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞു നമുക്കൊരു ലാക്ക്, നമുക്കിത് പോരാ. അപ്പോൾ ആ പോരായ്മ വരുമ്പോൾ നമുക്ക് എപ്പോഴും ആ ഒരു സ്കേഴ്സിറ്റി ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ആണ്. അപ്പോൾ അതായത് എനിക്കില്ല, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത് നമ്മളെ തന്നെ ചെറുതായിട്ട് കാണും. നമ്മളെ തന്നെ ചെറുതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെറുതായിട്ട് കാണുമ്പോൾ നമുക്കുള്ളതിനെ കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയുണ്ട് അല്ലെങ്കിൽ നമ്മൾ എവിടെ വരെ പോസിറ്റീവായിട്ട് നമുക്ക് ഇത് ചെയ്യാനുള്ള നമുക്ക് ആ ഒരു കാഴ്ചപ്പാട് ബുദ്ധിമുട്ട് വരും. അപ്പം നമ്മൾ ലൈഫിൽ ഇത്ര വർഷങ്ങൾ നമ്മൾ നേടിയ നേട്ടങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഓവർകം ചെയ്ത ചലഞ്ചുകൾ, അല്ലെങ്കിൽ ഓരോ പെയിൻഫുൾ മൊമെന്റ്സിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു, അല്ല ഓരോ കാര്യങ്ങൾ ഓവർകം ചെയ്തു വന്നപ്പോൾ ആ ഉണ്ടായ സന്തോഷങ്ങൾ അതെല്ലാം മറന്നു പോകും. അത് നമ്മുടെ ഫാമിലി ലൈഫിൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ പലപ്പോഴും 100 കാര്യങ്ങൾ കറക്റ്റ് ശരിയായിട്ട് ചെയ്താലും ഒരു കാര്യം നമ്മൾ അറിയാതൊരു തെറ്റ് ചെയ്താൽ എപ്പോഴും ഫോക്കസ്ഡ് ആവാത്തത് മാത്രമായിരിക്കും. നമ്മൾ ബാക്കി ചെയ്ത 99 എണ്ണത്തെ കുറിച്ചും നമുക്കും ധാരണയില്ല, നമ്മുടെ കൂടെ ഉള്ളവർക്കും ധാരണയില്ല, എല്ലാം മറന്നു പോകും ഇല്ലേ. മറ്റു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ലൈഫ് കാണുന്നത്